ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡോളർ എനേബിൾ ചെയ്യേണ്ടത്, കൂടുതൽ ഡോളർ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസേഷനായി ഇനി ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മളോട് നിരന്തരം ചോദിക്കാറുണ്ട്. ഞാൻ തന്നെ മോണിറ്റൈസേഷൻ വർക്കൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ എല്ലാം ഡൺ ആകും. അതായത് മോണിറ്റൈസേഷൻ്റെ സിമ്പിളൊക്കെ ഡൺ ആകും. എന്നതിന് ശേഷം ഇനി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യൂ. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോളർ നിങ്ങൾ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്തിട്ട് വേണം വീഡിയോ പബ്ലിക് ചെയ്യാൻ എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് ആ വീഡിയോ പബ്ലിക് ചെയ്യേണ്ടത്, ഇക്കൊന്ന് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിഗിനറായിട്ടുള്ള ഒരാൾ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഡോളർ എനേബിൾ ചെയ്യേണ്ടതെന്നും ആ ഡോളർ എനേബിൾ ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾക്ക് ഡോളർ നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിലായി പറഞ്ഞു തരുന്നത്. കാരണം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ വ്യൂസ് വരും, പക്ഷേ ഡോളർ കയറത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിലായി നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ എങ്ങനെയാണ് ചാനൽ നെയിം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോം ബ്രൗസറിൽ കൂടി തന്നെ നിങ്ങൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതാകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെറ്റിങ്സ് എല്ലാം ചെയ്യാൻ പറ്റും, എന്നിട്ട് പബ്ലിക് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇത്തരത്തിൽ ടൈറ്റിൽ എഴുതി, അതുപോലെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി, ഇത്തരത്തിലുള്ള എൻ്റേതായിട്ടുള്ള കണ്ടൻറ്റ് എന്താണ് അതുമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതി, അതുപോലെ ഇവിടെ നമ്മൾ ടാഗ്, ഇവിടെ ഷോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പറ്റിയ ടാഗുകൾ കൊടുക്കും. അവിടെ കണ്ടോ, നമ്മൾ ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്നുള്ള നോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് ഞാൻ മുമ്പ് ചെയ്തതാണ്, സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇത്തരത്തിൽ നമ്മൾ കീവേഡുകൾ കൊടുക്കുക, വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡുകൾ കൊടുക്കുക. എന്നതിനുശേഷം മോണിറ്റൈസേഷൻ എന്നുള്ള മുകളിൽ ഈ ഒരു പേജ് ഉണ്ടല്ലോ, മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റൈസേഷൻ ഓൺ ഓഫ് എന്നുള്ളതുണ്ട്. ഇതിൽ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിനുശേഷം ഡണ്ണ് കൊടുക്കുക കേട്ടോ. ഈ ഡണ്ണ് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് റിവ്യൂ പ്ലേസ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. റിവ്യൂ പ്ലേസ്മെൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിന് റിവ്യൂ പ്ലേസ്മെൻറ്റ് വരും. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ആഡ് ബ്രേക്ക് കൊടുക്കുക. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഒരു ആഡ് ബ്രേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കുട്ടിയായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തരത്തിൽ വെച്ച് പോവാം. ഓക്കെ, ഇത്തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ വെച്ച് പോവാം. അതല്ല, രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ രീതിയാണ് കുറച്ചും കൂടി നല്ലത്. അതായത് കുറച്ചും കൂടി വീഡിയോയിലേക്ക് എൻഗേജ്മെൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അതായത് ആ ഓഡിയൻസിന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇടമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ആ ഒരു ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ ആ സീരിയസ്നെസ് വരുന്ന, ക്ലൈമാക്സ് വരുന്ന ആ ടൈമിൽ ഒരു ആഡ് ബ്രേക്ക് വെച്ചാൽ എന്തായാലും അടുത്ത പാർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ആഡ് പ്ലേസ് ചെയ്യാനും പറ്റും. ആഡ് ബ്രേക്ക് ഇത്തരത്തിൽ വെക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വെക്കുന്നതിന് ഒരു ലിമിറ്റൊന്നുമില്ല, എത്ര വേണമെങ്കിലും വെക്കാം. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. കുട്ടിയായിട്ട് ഞാൻ ചിലവരുടെ ചാനലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കുട്ടിയായി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എവിടെ ആഡ്സ് കൊടുക്കണം എന്നുള്ള യൂട്യൂബ് തീരുമാനിക്കുക. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, പക്ഷേ യൂട്യൂബാണ് തീരുമാനിക്കുക എവിടെ ആഡ്സ് പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ ആഡ് സൂറ്റബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളുടെ വീഡിയോയിൽ ഹരാസ്മെൻറ്റ് പോളിസിക്ക് അനുസരിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡൾട്ട് കണ്ടൻ്റ് അല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവിടെ നൺ ഓഫ് ദി എബോ എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാൻ മറക്കരുത്. ഈ നൺ ഓഫ് ദി എബോ എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ സബ്മിറ്റ് റേറ്റിംഗ് എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ കാര്യം ചെയ്യാണ്ട് വേഗം പോയി പബ്ലിക് ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിൽ സബ്മിറ്റ് റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സബ്മിറ്റ് റേറ്റിംഗ് കൊടുത്താലാണ് നമ്മുടെ വീഡിയോയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു ചെക്കിങ് നടക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എലമെൻ്റാണ് അടുത്ത ഓപ്ഷൻ. ഇവിടെ ചെക്കിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ആഡ് സൂറ്റബിലിറ്റി. ഇവിടെ നമുക്ക് റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ടിക്ക് മാർക്ക് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ടിക്ക് മാർക്ക് വന്ന ശേഷം മാത്രമേ പബ്ലിക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡിങ് 81 എന്നുള്ളത്. ഈ ഒരു അപ്ലോഡിങ് കഴിഞ്ഞ ശേഷമാണ് ഇനി ചെക്കിങ്ങിൻ്റെ പിന്നെ എക്സ്ട്രാ അതൊന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ചെക്കിങ്ങിൻ്റെ 10-20 എന്നുള്ള ആ ഒരു റേഷ്യോ വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ചെക്കിങ് രണ്ടും കംപ്ലീറ്റ് ആയിരുന്നു. ഒന്ന് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ള ക്ലെയിമോ സ്ട്രൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോപ്പിറൈറ്റ് ഇഷ്യൂസുമായിട്ടുള്ള ബന്ധപ്പെട്ട് കാണിക്കും. രണ്ടാമത് ആഡ് സൂറ്റബിലിറ്റിയാണ്. നമ്മുടെ ചാനലിൽ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്തല്ലോ, ടിക്ക് മാർക്ക്. അതേത് ഒന്നും കൂടി റിവ്യൂ ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെക്കിങ് കഴിഞ്ഞ ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് വീഡിയോ എലമെൻ്റൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വീഡിയോ, നിങ്ങൾക്ക് ഏതാണ് വീഡിയോ നിങ്ങളുടേതായിട്ടുള്ള ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അതിനുള്ള ടെംപ്ലേറ്റ് എടുക്കുക. അപ്പം ഞാൻ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം.
ഓക്കെ, നമുക്ക് വേണ്ടത് ഇത്തരത്തിൽ കൊടുക്കാം. എന്നിട്ട് ഒരു വീഡിയോ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത്തരത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുകയാണ്, ചൂസ് ചെയ്യുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ വയ്ക്കാൻ എളുപ്പം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് കാർഡാക്കി വയ്ക്കാം. നിങ്ങളുടെ വീഡിയോയുടെ ഏത് പോർഷനിൽ വേണമെങ്കിലും കാർഡ് വയ്ക്കാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിഗിനറായിട്ടുള്ള ഒരാൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഡോളർ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത്, അതുപോലെ മിഡ് റോൾ ആർട്സ് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ് റോൾ ആർട്സ് എങ്ങനെ വെക്കേണ്ടത്, ഇത് വെച്ചതിന് ശേഷം ചെക്കിങ് നമ്മൾ നൺ ഓഫ് ദി എബോ അല്ലേ, ആഡ് സൂറ്റബിലിറ്റി നൺ ഓഫ് ദി എബോ കൊടുക്കുക, ചെക്കിങ് റാങ്ക് സബ്മിറ്റ് റാങ്കിങ് കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ഇതുണ്ട് ചെക്കിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇത് കണ്ടു, നമ്മുടെ ആഡ് സൂറ്റബിലിറ്റി ഡൺ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി കോപ്പിറൈറ്റിൻ്റെ ഉണ്ട് ഇഷ്യൂസ്, അതും കൂടി ഡൺ ആവട്ടെ. ഇത്തരത്തിൽ ഈ 2 കാര്യം ഡൺ ആയ ശേഷം നിങ്ങൾ വിസിബിലിറ്റിയിൽ പോവുക. എന്നിട്ട് ഇവിടെ പബ്ലിക് സെലക്ട് ചെയ്യുക. പബ്ലിക് സെലക്ട് ചെയ്ത ശേഷം രണ്ടും ഡൺ ആയ ശേഷമാണ് പ്രത്യേകം പറയുന്നു, ഇവിടെ ചെക്കിങ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ കണ്ടോ 10 മിനിറ്റ് ലെഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയം കഴിഞ്ഞ ശേഷം മാത്രം ഇവിടെ വിസിബിലിറ്റി പോവുക. ഇത്തരത്തിൽ പബ്ലിക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ പബ്ലിക് കൊടുക്കുക. അതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പബ്ലിക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ടോ? ഞാനിവിടെ തമ്പനെയിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ തമ്പനെയിൽ ഇവിടെ ചൂസ് ചെയ്യുക. കണ്ടോ, ഇവിടെ തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ തമ്പനെയിൽ ചൂസ് ചെയ്യുക. എന്നതിന് ശേഷം വേണം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് വേണം വിസിബിലിറ്റിയിൽ പോയിട്ട് നിങ്ങൾ പബ്ലിക് ചെയ്തിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ. ഓക്കെ, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോകുന്നതായിരിക്കും. അവർ കാണുന്നത് മുഖാന്തരം ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടൈം ചൂസ് ചെയ്യുക, നല്ല ടൈറ്റിൽ കൊടുക്കുക, നല്ല തമ്പനെയിൽ കൊടുക്കുക. വീഡിയോ നന്നായിട്ട് വിജയിക്കട്ടെ. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടി നിങ്ങളുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ നേടാൻ അത് ഈ ഒരു ചാനൽ ഉപകാരമാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.